സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഇവൻറ്റ്സാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് എടുത്താൽ ഗ്രൂപ്പ്സിൽ ഓരോ ഗ്രൂപ്പ്സിൻ്റെ ഒപ്പം അതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ എണ്ണം കാണിച്ചിട്ടുണ്ടാവും. ഉദാഹരണം H1B എന്ന ക്ലാസ് ഗ്രൂപ്പിൽ 6 ഇവൻറ്റ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഇവൻറ്റ്സ് എടുക്കണമെങ്കിൽ ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 ഇവൻറ്റ്സും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പലതരത്തിൽ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പീരീഡ് വൈസ്, അതേപോലെ തന്നെ ടൈപ്പ്, നെയിം, ഈ രീതിയിലെല്ലാം ഫിൽട്ടർ ചെയ്യാം. ഇതിലൂടെ കാണുന്നത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഫീസ് കളക്ഷൻ എടുക്കാം, അതല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക്, ഒരു പരീക്ഷയുടെ മാർക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, സ്കൂളിൽ നടക്കുന്ന മറ്റുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്ലാസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അതിലെ പാർട്ടിസിപ്പൻസ്, അതിൻ്റെ പെർഫോമൻസ്, ഇതെല്ലാം നമുക്കതിൻ്റെ അകത്ത് രേഖപ്പെടുത്താൻ പറ്റും. ഒരു പുതിയ ഇവൻ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ഇവൻറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ന്യൂ ഇവൻറ്റ് ബട്ടൻ്റെ ഒപ്പം നമുക്കൊരു പേര് കൊടുക്കാം. ഇതൊരു മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ കെമിസ്ട്രി എന്ന മാർക്ക് നമ്മളത് ഏത് ടൈപ്പാണെന്ന് പറയും. ഇപ്പോൾ ഒരു ഹാഫ് ഇയർലി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അതല്ല, മറ്റൊരു ടൈപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവൻ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഇവൻറ്റുകളെ ഗ്രൂപ്പ് ആക്കണമെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് ഇതിനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. സപ്പോസ് ഞാനത് ഹാഫ് ഇയർലി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ മെമ്പേഴ്സിനെ ഒന്നും ഈ ഇവൻറ്റിൽ മെമ്പേഴ്സിനെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിങ്സ് മെനു എടുത്തു കഴിഞ്ഞാൽ മെനുവിൽ ആഡ് സിംഗിൾ മെമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരാളെ മാത്രമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എല്ലാ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഒരാളെ മാത്രമായിട്ട് സെലക്ട് ചെയ്തു. അതിൽ നമ്മളിവിടെ വാല്യൂ കൊടുക്കുന്നുണ്ട്. വാല്യൂ കൊടുക്കുന്നത് മാർക്കവോ എമൗണ്ട് ആവും. ഫീസ് കളക്ഷൻ ആണെങ്കിൽ അത് എമൗണ്ടാണ്. ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് മാർക്കിൻ്റെ കേസാകുമ്പോൾ മാർക്ക് നമ്പറായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, 1 2. ഇപ്പോൾ അറ്റൻഡൻസ് ആണെങ്കിൽ നമ്മൾ സാധാരണ പ്രസൻറ്റിന് 1ഉം ആബ്സെൻറ്റിന് 0യും കൊടുക്കും. ഇവിടെ ഒരു വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാം. ഇപ്പോൾ 45 ആണ്. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഒരാളെ നമ്മൾ ആഡ് ചെയ്തു ആ ഇവൻറ്റിലേക്ക്. നമുക്ക് വേണമെങ്കിൽ എല്ലാ ആളുകളെയും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ആഡ് ചെയ്തു. എല്ലാവർക്കും ഞാൻ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തതിന് ശേഷം ആഡ് സെലക്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും 0 വാല്യൂ ആണ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ 1 കൊടുത്തിട്ട് എല്ലാവർക്കും 1 വരുത്തും. ഇനി ഇതിൽ ഓരോരുത്തരുടെയും വാല്യൂ നമുക്ക് എടുത്തിട്ട് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാം 35 അപ്ഡേറ്റ്. അപ്പോൾ ഓരോരുത്തരെയും നമുക്കങ്ങനെ മാർക്ക് എൻ്റർ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ ഇതിന് ഗ്രിഡ് എൻട്രി എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓരോരുത്തരുടെയും മാർക്ക്, എല്ലാവരുടെയും മാർക്ക് ഒരുമിച്ച് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമുക്ക് കിട്ടുക. ഇവിടെ ഓരോരുത്തരുടെയും വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നുകിൽ നമ്മൾ ടെസ്റ്റ് എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാം. ഓരോരുത്തരുടെ മാർക്ക് നമുക്ക് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഇവൻറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഇവൻറ്റും നമുക്ക് എടുത്ത് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി ഈ ഇവൻറ്റുകൾ നമുക്ക് റിപ്പോർട്ടുകളായിട്ട്, ഇവൻറ്റിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ എടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്തു ഒരു മെമ്പറുടെ ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇവൻറ്റ്സ് എടുക്കാം. ആ മെമ്പറുടെ ഇവൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർ ഓരോ ഇവൻറ്റിലും എന്താണ്, ഇപ്പോൾ അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഹാഫ് ഇയർലി മാർക്കാണ് കിട്ടേണ്ടതുണ്ടെങ്കിൽ ഹാഫ് ഇയർലി ഫിസിക്സ്, കെമിസ്ട്രി നമ്മളവിടെ വാല്യൂ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 0 ആണ് കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും അയാൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻറ്റ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം
ഇവൻ്റ് ഫീ കളക്ഷൻ. ആ ഫീ കളക്ഷനെ നമുക്ക് ഓരോരുത്തരെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ ചെയ്യാം. അതല്ലെങ്കിൽ ഫീ കളക്ഷൻ അപ്പോൾ എമൗണ്ട് 10-ൽ കൂടുതൽ അല്ലെങ്കിൽ 1-ൽ കൂടുതൽ തന്നവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് നടത്തിയവരെ എല്ലാവരെയും ലിസ്റ്റ് കിട്ടും. അല്ലാത്തവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ എന്നുള്ള 1-ൽ ലെസ് ദാൻ ആയിട്ടുള്ള, അപ്പോൾ എല്ലാവരും 0 വാല്യൂവിലുള്ള എല്ലാവരുടെയും ലിസ്റ്റും കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ആബ്സെൻറ്റീസിൻ്റെ ലിസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് എടുക്കാം. ഈ വാല്യൂ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്തുകൊണ്ട്. ഇനി ഈ ഇവൻസിൻ്റെ മൊത്തത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവൻസ് നോക്കിക്കഴിഞ്ഞാൽ സമ്മറി എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സമ്മറിയിൽ നമ്മൾ ഇപ്പോൾ H1B എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഹാഫ് ഇയർലിയുടെ മാർക്ക് എത്രയുടെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. ഹാഫ് ഇയർലിയിൽ എല്ലാ സബ്ജക്റ്റിനും കൂടി ലഭിച്ചിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിനെ തന്നെ ഒരു ഗ്രിഡ് റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. ഓരോ വിഷയത്തിലും പേരിൽ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് എത്ര, ഫിസിക്സിൽ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് എത്ര, ഈ രീതിയിൽ നമുക്കതിൻ്റെ ഒരു ടാബുലർ ഫോമിൽ നമുക്ക് മാർക്ക് എടുക്കാൻ പറ്റും.